ഈ കാണുന്ന ക്ലാവ് പിടിച്ച നിലവിളക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇഷ്ടിക പൊടിച്ചതും ചകിരിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇഷ്ടിക പൊടിക്കുമ്പോഴത്തേക്കിനും തീരെ തരിയില്ലാതെ പൊടിക്കണ്ട, കുറച്ചൊരു ചെറിയ കട്ടകളുള്ള രീതിക്ക് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തേച്ചൊരയ്ക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ക്ലീനാകും. ഫൈനായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ആ പൊടി നമുക്ക് വല്ലാതെ മൂക്കിലടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് പൊടിക്കുന്ന സമയം തൊട്ട് പൊടി അലർജി ഉള്ളവരൊന്ന് മൂക്ക് അടച്ച് കെട്ടുന്നത് ഒത്തിരി നല്ലതായിരിക്കും. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, പെട്ടെന്നാണത് ക്ലീനാകുന്നത്. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ ആ വിളക്കിൻ്റെ മൊത്തത്തിൽ ആ വിളക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ അരികിലുള്ളതും എല്ലാം നമ്മൾ ആ പൊടിയിട്ട് നന്നായിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്കിനും പെട്ടെന്നാണത് പോയി കിട്ടുന്നത്. ആ ഒരു കളറ് തന്നെ മാറി വരുന്നത് നമുക്ക് കാണാം. ഒരു അഴുക്ക് പിടിച്ച കളറ് മാറി നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ വിളക്കിൻ്റെ താഴ്ഭാഗവും അതെ, അതിൻ്റെ ഒരു എന്താ പറയുക, ഇടുക്കിനും മടക്കിനൊക്കെയുള്ള ക്ലാവുകളെല്ലാം നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. നിലവിളക്ക് വൃത്തിയാക്കൽ ഒരു ബുദ്ധിമുട്ടേറിയ ജോലിയാണെന്ന് വിചാരിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. വെറും 5 മിനിറ്റ് മതി, വിളക്ക് നല്ല വൃത്തിയാക്കി കിട്ടും. ഞാൻ ആ പൊടിയെല്ലാം തുടച്ച് വിളക്ക് നല്ല വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ലുക്ക് ഇതാണ് കേട്ടോ. നല്ല വൃത്തിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇനി വെള്ളം ഉപയോഗിച്ചിട്ട് നിലവിളക്ക് കഴുകി പാടുപെടണ്ട, ചെറിയൊരു ഇഷ്ടികക്കട്ട മാത്രം മതി. 5 മിനിറ്റിൽ വിളക്ക് റെഡിയാക്കാം.